പോലീസിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഹോം മിനിസ്റ്റർ അറിയണം. നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് ഹോം മിനിസ്റ്റർ ചാർജ് വഹിക്കുന്നത്. അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ അറിയില്ല. ഇപ്പോൾ പോലീസിനകത്ത് തന്നെ പരസ്യമായിട്ട് തന്നെ ആൾക്കാർ പറയുന്ന കാര്യം, അവർക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നെങ്കിലും ഒക്കെ പോലീസിനൊരു മന്ത്രി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതില്ല എന്നുള്ളത് എല്ലാവരും പൊതുവെ പറയുന്ന ഒരു അഭിപ്രായമാണ്. നീതിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പലപ്പോഴും നമ്മൾ മൊഴി എഴുതുന്നതും ഒക്കെ വാസ്തവവിരുദ്ധമായിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ജോലി ചെയ്ത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്നതും അയാൾ ആ സമ്മർദ്ദമായിട്ട് ഇവിടെ വരുന്നു. അയാൾ അത് മുറിച്ച് ചിലപ്പോൾ കുടുംബം പിണങ്ങിപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്യും. ചീത്തവിളിയൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. പക്ഷേ പക്കാ തെറി വിളിക്കുന്നത് കേൾക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ CI ആയിട്ട് വർക്ക് വരുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ട് ശമ്പളം വന്നില്ല. അപ്പോൾ നമ്മൾ ക്ലർക്കിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ക്ലർക്ക് പറഞ്ഞു അത് പെൻഡിങ് വെക്കാൻ SP പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ക്ലർക്കിനെ അങ്ങനെ പെൻഡിങ് വെക്കാൻ പറ്റില്ല. അപ്പോൾ SP അത്രയും ധൈര്യം കൊടുത്തുകൊണ്ടാണ് അത് പെൻഡിങ് വെച്ചത്. അപ്പോൾ ഈ സത്യത്തിൽ ഈ 2 മാസം ഡിലേ ആക്കുന്നത് എൻ്റെ 5 മാസത്തെ ശമ്പളം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 7 മാസത്തെ ശമ്പളമാണ് പെൻഡിങ് ഉള്ളത്. പക്ഷെ നമുക്ക് ഈ സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ടും കടം ചോദിക്കാൻ മെനക്കെടില്ലാത്തത് കൊണ്ടും അത് തരാൻ നമ്മൾ അടുപ്പുള്ളവരോട് ചോദിക്കുന്നതുകൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോയി. ഇത്രയും പ്രിവിലേജോ ഇത്രയും കൂട്ടുകാരോ ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 6 മാസം മതി. അയാൾ എന്തായാലും തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യാന്നുള്ളത് ഒരു SP വിചാരിച്ച വളരെ സിമ്പിളായിട്ട് ഒരു ഒപ്പും ഒരു ഓർഡർ റെഡിയാക്കാൻ പറയുന്നു, റെഡിയാക്കി വരുന്നു, ഒരു ഒപ്പിട്ടുന്നു, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതേസമയം താങ്കൾക്ക് ഈ ജില്ലയിലെ മണൽ മാഫിയ ബന്ധങ്ങളോ ഈ പോലീസ് സ്റ്റേഷനും മാഫിയകളുമായിട്ടുള്ള അവിഹിത ബന്ധം നിർത്താനോ ഒന്നും സാധിക്കില്ലല്ലോ. എനിക്ക് പറ്റുന്നത് ഇതാണ്, ഇത് ചെയ്തോളും പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ജീവിതമാണ്, കുടുംബമുണ്ട്. കാരണം ഇത് കഴിഞ്ഞ് ഇനി തിരിച്ചു ചെല്ലുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ആർക്കും ഇട്ടേച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വിനീത വിദ്യയെ അടിമയായി ജീവിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇന്ന് എൻ്റെ കൂടെയുള്ളത് പോലീസിലുള്ള പല ആളുകളും തുറന്നു പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ സധൈര്യം തുറന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സസ്പെൻഷനിലായി വൈറലായ ഒരു CPO ആണ്. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് സസ്പെൻഷന്റെ റീസൺ ഇപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞത്, ഞാൻ നമ്മുടെ ആലുവയിലെ മങ്കമാലിയിലെ ഒരു DYSP ഗുണ്ടയുടെ വിരുന്ന് സ്വീകരിച്ച വിഷയത്തിൽ സസ്പെൻഷനായിരുന്നു. അപ്പോൾ അദ്ദേഹം 3 ദിവസം കൂടെ മാത്രം റിട്ടയർ ആവാനുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടി വന്നു. പക്ഷേ പോലീസിനകത്ത് ഒരുപാട് ഈ ഗുണ്ടാബന്ധമുള്ളവരും ഒരുപാട് പേര് ഇപ്പോഴും സർവീസിന് 10, 20, 30 വർഷം സർവീസുള്ള ആളുകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് ഇത്. അപ്പോൾ അവരെ പുറത്താക്കാതെ ഈ റിട്ടയറായി പോകുന്ന ആളെ പുറത്താക്കിയത് കൊണ്ട് മാത്രം സിസ്റ്റം വൃത്തിയാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കൊരു കത്തെഴുതി മെയിൽ ചെയ്തിരുന്നു. ആ കത്തിൻ്റെ പകർപ്പ് ഞാൻ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ പേരിലാണ് സസ്പെൻഷൻ. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റകരമായിട്ട് പറയുന്നത് ഒരു പോലീസ് സേനയിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി എന്നതുകൊണ്ടാണോ അതോ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണോ? ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പ്രോപ്പർ ചാനലിലല്ലാതെ കത്തെഴുതി, അതായത് ഉചിത മാർഗേണ നമ്മൾ CIക്ക് കൊടുത്ത് CI DYSPക്ക് കൊടുത്ത് അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കത്ത് എത്തേണ്ടത്. അതല്ലാണ്ട് നേരിട്ട് അയച്ചു എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ അതിൽ പരാമർശിച്ചിരിക്കുന്ന മേലുദ്യോഗസ്ഥർ എൻ്റെ സ്റ്റേഷനിലുണ്ടായ 2 അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മേലുദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അങ്ങനെയുള്ള ഈ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ ഉന്നയിച്ചു. ഇതാണ് റീസൺ ആയിട്ട് പറയുന്നത്. അപ്പം ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് പേഴ്സൺ സാറിന് തോന്നുന്നുണ്ടോ ഇതൊരു ഉചിതമായിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ്, ഞാനിത് അർഹിക്കുന്നുവെന്ന്? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ CIയെ കുറിച്ചിട്ടും DYSPയെ കുറിച്ചിട്ടും DGPയെ കുറിച്ച് വരെ എഴുതിയിട്ടുണ്ട്. അന്നൊന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഗുണ്ടയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സസ്പെൻഷൻ കിട്ടിയത്. അപ്പോൾ തന്നെ ആ ഒരു ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാമല്ലോ. പിന്നെ സസ്പെൻഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ കാര്യം. സാറ് സസ്പെൻഷൻ കിട്ടിയ പാടെ തന്നെ അതും പോസ്റ്റ് ചെയ്യാണ് ഉണ്ടായത്, എനിക്ക് സസ്പെൻഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു റിബൽ നടപടിയായിരുന്നോ? ഈ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്കകം തന്നെ സസ്പെൻഷന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നതായിട്ട് അറിയുന്നു. അതായത് ഈ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ വിവരങ്ങൾ, ഞാൻ എന്ന് ആറന്മുള എത്തി അല്ലെങ്കിൽ പത്തനംതിട്ട എത്തിയെന്ന വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ നമ്മുടെ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുന്നത് എന്നോട് തന്നെയാണ്. എന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്നാ വന്നത്, അപ്പം രേഖകളൊക്കെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ തന്നെ നമുക്ക് പണി വരുന്നുണ്ടെന്ന് മനസ്സിലായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ മറ്റേ പോലീസിലെ ആത്മഹത്യകളുടെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഒരു പോലീസുകാരനെ എങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നുള്ള പോസ്റ്റും കൂടി ഇട്ടിരുന്നു. അത് ഇട്ട് അപ്പോൾ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾ അറിയണമെന്ന് എനിക്കുണ്ട്. കാരണം സസ്പെൻഷൻ കിട്ടിയ കാരണം സാധാരണഗതിയിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു നാണക്കേടായിട്ടാണ് ആൾക്കാർ എടുക്കാറുള്ളത്. മിക്കവാറും പോലീസുകാർ കൈക്കൂലി കേസോ അല്ലെങ്കിൽ കേസിലെ വീഴ്ചകളോ അങ്ങനെ എന്തെങ്കിലും പേരിൽ സസ്പെൻഷൻ ആകുമ്പോൾ
അവരെ സംബന്ധിച്ച് നാട്ടിലും ജനങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് എനിക്ക് സസ്പെൻഡ്. ഞാൻ അഭിമാനമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് കൂടിയാണ് ആ അഭിമാനം നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവെച്ചത്. ഓക്കെ. ഈ പോലീസ് സേനയ്ക്കകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് അറിവില്ലാത്തതാണ്. ഇപ്പം ഒരുപക്ഷെ തുറന്നു പറയാൻ പോലും പറ്റാത്ത, ജോലിക്ക് പ്രശ്നം വന്നേക്കാം, അല്ലെങ്കിൽ റെപ്യൂട്ടേഷന് പ്രശ്നം വന്നേക്കാം എന്നതുകൊണ്ട് തുറന്നു പറയാൻ പറ്റാത്ത, അതിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംഗതിയാണ് പോലീസ് ആത്മഹത്യകൾ. ശരിക്കും ഇതിനൊരു ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് റീസൺ എന്ന് പറയുന്നത് സമ്മർദ്ദം തന്നെയാണ്. അപ്പോൾ നമുക്ക് പല കാരണങ്ങളുണ്ടാവും. ഒരാൾ ചിലപ്പോൾ കടബാധ്യത കൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കുടുംബമായിട്ടൊരു പ്രശ്നമായി, ഇപ്പോൾ വീട്ടിൽ നിന്നും വൈഫായിട്ടൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ മക്കളായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് വൈകുന്നേരം അത് വന്ന് സംസാരിക്കാനോ സോൾവ് ചെയ്യാനുള്ള അവസ്ഥയുണ്ട്. എന്നാൽ പോലീസിലുള്ള ആൾ അവിടെ പോകുന്നു, അവിടെ ഇതുപോലെ നീതിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. നമ്മൾ പറയുമല്ലോ, പ്രൊഫഷണലി കള്ളം പറയുന്നവരെ ആണ് പോലീസുകാരെന്ന് പറയും. അപ്പോൾ പലപ്പോഴും നമ്മൾ മൊഴി എഴുതുന്നതും ഒക്കെ വാസ്തവ വിരുദ്ധമായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ജോലി ചെയ്ത് കഴിഞ്ഞ് സമയത്ത് വീട്ടിലിറങ്ങാൻ പറ്റില്ല. 6 മണിക്കോ 7 മണിക്കോ 8 മണിക്കോ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്ന വരുമ്പോൾ അയാൾ ആ സമ്മർദ്ദമായിട്ട് ഇവിടെ വരുന്നു. ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ആവുന്നില്ല. അയാൾ അത് മുറിച്ച് ചിലപ്പോൾ കുടുംബം പിണങ്ങി പോകും. അയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തു. സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു സൊസൈറ്റിയിലെ ലോൺ പെൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട്. ഇതെനിക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും റോൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതേസമയം ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ അവിടെ പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് അവിടെ നിന്ന് കുറേ ചീത്ത കേൾക്കും. നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഇതവിടെ കിടക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ എന്ത് കാരണത്തിൻ്റെ പിന്നെ ഒരു സമ്മർദ്ദം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അപൂർവം ചിലരാണ് മദ്യപാനം കൊണ്ടോ അങ്ങനെയൊക്കെ ആയി പോകുന്നത്. ഇപ്പം കുറച്ചായിട്ട് ന്യൂസുകളിൽ വരുന്നൊരു സംഗതിയാണ്, പോലീസിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല. ഉള്ള ആളുകളെ കൊണ്ട് 48 മണിക്കൂറും 72 മണിക്കൂറും ഒക്കെ അധികം ഡ്യൂട്ടി എടുപ്പിക്കുന്നു. ഈ ഒരു സംഗതി ഈ ആത്മഹത്യകൾക്ക് കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സ്ട്രെങ്ത് തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോഴുള്ളത്. ജനസംഖ്യ അതിൻ്റെ എത്രയോ ഇരട്ടി കൂടിക്കഴിഞ്ഞു. ജോലികളും കൂടി, പോലീസിൻ്റെ ജോലി പണ്ടത്തെ മാതിരി ഒരു കേസ് എടുക്കുക, ഒരു കളനെ പിടിക്കുക എന്നുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ സ്റ്റുഡൻറ്റ് പോലീസ് വന്നു, ജനമൈത്രി വന്നു, ഒരുപാട് പ്രൊജക്റ്റുകൾ. ഓരോ IPS ഓഫീസറോ അല്ലെങ്കിൽ ഓരോ സർക്കാർ മാറുമ്പോഴും അവരുടെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പ്രൊജക്റ്റുകൾ കൊണ്ടുവരും. ഈ പ്രൊജക്റ്റൊക്കെ ഈ നിലവിലുള്ള സ്ട്രെങ്ത് വെച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെപ്പോലും അധികം ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ കൂടിപ്പോയാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റേഷനിലെ സ്ട്രെങ്ത് കൂടാതെ പുതിയൊരു സ്റ്റേഷൻ രൂപീകരിക്കും. അപ്പോൾ 2 സ്റ്റേഷനുകൾ വിഭജിച്ചിട്ടായിരിക്കും ഒരു സ്റ്റേഷനായിട്ട് ഉണ്ടാക്കുന്നത്. അവിടേക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഈ മാതൃ സ്റ്റേഷനിൽ നിന്നുള്ള സ്ട്രെങ്ത്താണ് ഇങ്ങോട്ട് കൂട്ടി കൊടുക്കുന്നത്. കുറച്ച് പേരെ മാത്രമേ അധികം കൊടുക്കുള്ളൂ. അപ്പോൾ ഇത്രയും പണി കൂടിയത് മുഴുവൻ ഈ പോലീസുകാർ എടുക്കേണ്ടി വരുന്നു. ഈ പറഞ്ഞ പോലെ ഒരാൾക്കും നീതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കേസ് കിട്ടി. എനിക്ക് ആ കേസ് അന്വേഷിക്കാനോ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനോ സമയം കിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ കേസ് കിട്ടി, നാളെ ഞാൻ GD ആയിരിക്കും. അപ്പോൾ GD കഴിഞ്ഞ് മറ്റന്നാൾ ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങി പോകുന്നു. അതിനൊരു ദിവസം നമുക്ക് എന്തെങ്കിലും എല്ലാണ്ടുമായിരിക്കും. പല ഡ്യൂട്ടി ആയിട്ട് പോകും. മാസാവസാനമാകുമ്പോൾ ഒരു 25-ാം തീയതി കഴിയുമ്പോൾ നമുക്ക് ലിസ്റ്റ് അടിച്ചിരും, ഇത് കേസൊക്കെ തീർക്കണം. നമുക്ക് പോകാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല, ഇത്ര കേസ് തീർക്കണം എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഇരുന്ന് കേസ് എഴുതുക. ടേബിളിലാണ് ഈ കേസ് അന്വേഷണം സംഭവമൊക്കെ നടക്കുന്നത്. നമ്മൾ മേശപ്പുറത്തിരുന്ന് ഈ സ്ഥിരം പാറ്റേണുള്ള കേസുകളായിരിക്കും. ആ രീതിയിൽ അങ്ങ് എഴുതി കേസ് തീർക്കുന്നു. 31-ാം തീയതി ആകുമ്പോഴത്തേക്കും കേസിൻ്റെ എണ്ണം കുറയ്ക്കുന്നു. അപ്പോൾ SHOയ്ക്കും എണ്ണം കുറയ്ക്കാനുള്ള സമ്മർദ്ദമുണ്ട്, സബ് ഡിവിഷനിലുണ്ട്, SP-ക്കൊക്കെ ഉണ്ട്. എണ്ണം കുറയ്ക്കുന്നു. ഓക്കെ, കണക്ക് ക്ലിയറായി. അല്ലാതെ കേസിന് കാര്യമായിട്ടൊരു എന്താ പറയാ അന്വേഷിച്ച് പോലീസ് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയിലേക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ആ സമയം ആൾ കുറവാണ്, അതിനുള്ള ആളുമില്ല. പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ പോലീസിൽ വന്ന കാലത്ത് പറഞ്ഞു കേൾക്കുന്നതാണ് ഈ ലോ ആൻഡ് ഓർഡറും ഇൻവെസ്റ്റിഗേഷനും വേർതിരിക്കുക എന്നുള്ള സംഭവം. അത് ഇപ്പോഴും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഡ്യൂട്ടി ചാർട്ടിലൊക്കെ കാണാം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് പേരിടും, പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല. ഇതെങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ കേസ്. മിക്ക കേസുകളും. പിന്നെ വിവാദമായ കേസുകൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്ന കേസുകളിൽ മാത്രമാണ് മെനക്കെട്ട് ഒരു കേസിന്റെ പുറകെ പോകാൻ അതൊരു ടീമും ഉണ്ടാവും. ഈ മാൻ പവർ എന്തുകൊണ്ടില്ല? ഇതിനെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും മേലുദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോടോ സംസാരിച്ചിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഒരു അവസരമൊന്നുമില്ല. നമ്മൾക്ക് ശരിക്കും മുകളിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറയാം. പക്ഷെ പല രംഗത്തും എല്ലായിടത്തും പോലീസ് അസോസിയേഷൻ ആയാലും എല്ലാ രംഗത്തും ചർച്ച ചെയ്യുന്നതാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് സ്ട്രെങ്ത് കുറവുണ്ടെന്ന്. പക്ഷെ ഒരാളുടെ പോസ്റ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബാധ്യത കൂടുന്ന കാര്യമാണ്. അത് ചെയ്യുന്നില്ല. ഇതൊരു ആഭ്യന്തര വകുപ്പിന്റെയോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലൊക്കെ വരുന്ന ഇപ്പൊ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഒരുപക്ഷെ ഈ റിക്രൂട്ട്മെന്റുകൾ നടക്കാത്തത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ
പറയാൻ പറ്റൂല. കാരണം ഇത് ഇങ്ങനെ ഒരു നയം, അതായത് പോലീസ് സ്റ്റേഷനുകളുടെ സ്ട്രെങ്ത് കൂട്ടണം, ഈ ആളുകൾക്ക് ആനുപാതികമായിട്ട് പോലീസുകാരുടെ എണ്ണം കൂട്ടണം എന്നുള്ള ഒരു നയം ഒരു കാലത്തും ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ഇപ്പം തിരുവനന്തപുരത്ത് ഭയങ്കര വിവാദമായ ഒരു സംഗതിയായിരുന്നല്ലോ CPO-കാരുടെ സമരം വന്നത്. ഇവര് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നില്ല, ഇവർ പാസ്സായി റാങ്ക് ഹോൾഡർ. അപ്പൊ ഈ ഒരു സംഗതി കണ്ടപ്പോഴത്തേക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നിയിരുന്നു, എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഞങ്ങളൊക്കെ കിടന്ന് ഇങ്ങനെ 2-3 ആൾക്കാരുടെ പണി എടുക്കുവാണല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയായിരുന്നോ? അല്ല, അതിലെന്താ സംഭവിക്കുക വെച്ചാൽ അടുത്ത ലിസ്റ്റ് വന്നു. ഇത് 1 വർഷമാണല്ലോ കാലാവധി. അപ്പോൾ ആ കാലാവധിക്കുള്ളിൽ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ, നിയമിച്ച ആൾക്കാരെ കയറി പിന്നെ അടുത്ത ലിസ്റ്റ് തുടങ്ങണമല്ലോ. അടുത്ത ലിസ്റ്റ് വരെയല്ല. അപ്പം മുമ്പ് ഇവർ എടുത്തു കഴിഞ്ഞാൽ എത്രയും പേര് അകത്ത് കയറാം, ഇത്രയും വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ലിസ്റ്റിൽ നിന്ന് അത്ര പേരെ വെച്ചുള്ളൂ. ഇപ്പൊ ഈ പണ്ടത്തെ പോലെ, പണ്ടിങ്ങനെ പറയുമല്ലോ, ഈ പോലീസുകാരെന്ന് പറയുമ്പോൾ അധികാരികളുടെ മുന്നിൽ ഒരു സ്ലേവ് പോലെയാണ് ബാക്കി ഓരോരോ പോസ്റ്റിലുള്ള ആൾക്കാരും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ ഭയങ്കരമായിട്ട് മോശം വാക്കുകൾ ഉപയോഗിച്ചൊക്കെ നമ്മളെ സംബോധന ചെയ്യില്ല. ഇപ്പോഴും അങ്ങനെയുണ്ടോ സൈനിക്കുള്ളിൽ? ഇപ്പോൾ ഈ മോശം വാക്കുകൾ ഉപയോഗിച്ച് സംബോധന ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ഒരു SHO ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാണ്ട് ചീത്തവിളിയൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. പക്ഷേ പക്കാ തെറി വിളിക്കുന്നത് കേൾക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ CI ആയിട്ട് ഉറക്ക് വരുന്നത്. പിന്നെ പറഞ്ഞ് നിർത്താത്തതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഇങ്ങനെയാണ് ഒരു സ്റ്റേഷനിലെ അനുഭവം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുകൊണ്ട് നിർത്തേണ്ടി വന്നു. പിന്നെ നിർത്തിയത്. പിന്നെ സ്റ്റേഷനിൽ തെറി വിളിക്കണം, കാരണം അത്രയും ക്യാമറ ഉണ്ട്, പ്രശ്നമാവുമെന്ന് തോന്നി. മാത്രമല്ല എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, ഈ ക്യാമറ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് പരാതി കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ അത് ഇയാൾ കട്ട് ചെയ്തിട്ട് സ്റ്റേഷൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു. സംഭവം അദ്ദേഹം വേറെ ആൾക്കാരോട് ഞാൻ പറയും, ഞാൻ അങ്ങനെയാണ് ശീലിച്ചതെന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ നിന്നു. പണിയാകും എന്ന് വിചാരിച്ചതുകൊണ്ട് ഒരു പേടിയുടെ പേരിൽ പുള്ളി നിർത്തി. ശരിക്കും നമുക്ക് ഈ പോലീസ് സേനയിൽ നിർദ്ദേശം ഉണ്ടോ, ഇങ്ങനെ കീഴുദ്യോഗസ്ഥരെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മോശമായിട്ട് സംബോധന ചെയ്യാൻ, തെറി വിളിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഉണ്ടോ? അല്ലാതെ നിർദ്ദേശം ഇല്ലെങ്കിലും ചെയ്യാൻ പാടുള്ള കാര്യമല്ലല്ലോ. തെറി വിളിക്കുക എന്നുള്ളത് കീഴുദ്യോഗസ്ഥരെ മാത്രമല്ല, ആരെയും തെറി വിളിക്കുക എന്നുള്ളത് പോലീസ് ചെയ്യേണ്ട കാര്യമല്ല. എന്നാലും ഈ മോശപ്പെട്ട പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ സർക്കുലറുകൾ വരാറുണ്ട്, മാന്യമായിട്ട് പെരുമാറാൻ പാടുള്ളൂ. പൊതുവെ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാന്നുള്ള സർക്കുലറുകളാണ് വരുന്നത്. ഇപ്പൊ ഈ കാര്യങ്ങളോടൊക്കെ മറ്റു പോലീസുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രതികരിക്കുന്നത് കൊണ്ട് സഹപ്രവർത്തകരുടെയൊക്കെ ഒരു മനോഭാവം എന്താണ്? ഇപ്പം ഉമേഷ് കാരണം ആകപ്പാടെ പ്രശ്നമായി, ഇങ്ങനെയാണോ ഇവർ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ നന്നായി നിങ്ങളെങ്കിലും പറഞ്ഞല്ലോ ഇങ്ങനെയാണോ? തീർച്ചയായിട്ടും തുടക്കകാലത്ത് വളരെ നെഗറ്റീവായിട്ടായിരുന്നു സഹപ്രവർത്തകരിൽ നമ്മളോട് അത്ര അടുപ്പമില്ലാത്തവർ പറഞ്ഞിരുന്നത്. കാരണം ഇവൻ എന്തിനത് പറയേണ്ട കാര്യം, ഇതുകൊണ്ട് ഇനി കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇപ്പം മിഠായി തെരുവിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിന് ശേഷം അവിടെ എല്ലാ ദിവസവും മിഠായി തെരുവിൻ്റെ അപ്പുറത്തും ഫ്ലൈങ് സ്ക്വാഡ് ഡ്യൂട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്ലൈങ് സ്ക്വാഡിൽ നിന്നിട്ട് പോലീസുകാർ പറയും, ഇപ്പോൾ ഇത് അവൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ വേണ്ടി വന്നത്, ആ രീതിയിലൊക്കെ സംസാരിക്കായിരുന്നു. അതുപോലെ ആദ്യം ഞാൻ ഇതുപോലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ, ഒരു 10 വർഷമാണ് നമ്മുടെ ഈ ഒരു ഇത്. ആദ്യം നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ അൺഫ്രണ്ട് ചെയ്ത് പോകും കുറേ പേര്. അതായത് ഇപ്പോൾ 5000 ആണ് നമ്മളെ ഫ്രണ്ട്സ് ലിമിറ്റ്. നമ്മളിങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കുറയും, ഒരു 50 പേരെങ്കിലും കുറഞ്ഞാണ്. അപ്പം നമുക്ക് സന്തോഷമാവും, കുറച്ച് പുതിയ ആൾക്കാരെ ആഡ് ചെയ്യാലോ. അപ്പോൾ മിക്കവാറും പോലീസുകാരായിരിക്കും. പക്ഷെ ആ അവസ്ഥ മാറി വന്നു. പിന്നെ ആരും ലൈക്ക് പോലും അടിക്കാറില്ലായിരുന്നു. ഇപ്പോൾ പോലീസുകാർ ലൈക്ക് അടിക്കുന്നു, ഷെയർ ചെയ്യുന്നു, അവർ നമുക്ക് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. മാത്രമല്ല പോലീസുകാർക്ക് ഗ്രൂപ്പുകളുണ്ടല്ലോ, ഓരോ ബാച്ചിനും ഗ്രൂപ്പുകൾ ഉണ്ടാവും. അങ്ങനെ എല്ലാ ബാച്ചുകളിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് പറയാനുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്നു. പിന്നെ ഇപ്പം ഞാനിടുന്ന പോസ്റ്റ്, ഇപ്പോൾ ലാസ്റ്റ് ആത്മഹത്യയെക്കുറിച്ചൊക്കെ ഇഷ്ട പോസ്റ്റില്ലേ, അത് ഞാൻ എൻ്റെ അനുഭവം വെച്ച് ഇട്ടതാണെങ്കിൽ പോലും അത് ഓരോ പോലീസുകാരനും റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരത് അവരുടെ വിഷയമാണെന്ന് അവർ മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നും, ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പോലീസുകാർ പറയുന്നുണ്ട്. അത് ആ എണ്ണം കൂടി എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കേരളത്തിലെ പോലീസ്, അതായത് മാന്യമായി ജീവിക്കണം, മാന്യമായി ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പോലീസുകാരിൽ ഭൂരിപക്ഷവും നമ്മളെ സപ്പോർട്ടേഴ്സാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റ് ആത്മഹത്യയുടെ ആ പോസ്റ്റിലില്ലേ, ശമ്പളം തടഞ്ഞു വെച്ചു, മനഃപൂർവ്വം ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട്, ആ ഒരു അനുഭവം ഒന്ന് പറയാമോ ഞങ്ങളോട്? ശമ്പളം എന്ന് പറഞ്ഞാൽ ഞാൻ ലീവിൻ്റെ കാര്യം തൊട്ട് പറയേണ്ടി വരും. ഞാൻ ഒക്ടോബറിൽ എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി ഞാൻ 10 ദിവസത്തെ HPL വെച്ചു. HPL എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ 220 വർഷത്തെ സർവീസിൽ ഞാൻ ആർജിച്ചെടുത്ത 280-ലധികം ലീവ് ഉണ്ട്. അതിൽ നിന്ന് 10 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചു. അത് CI ഫോർവേഡ് ചെയ്തില്ല, അയാൾ മാറ്റി വെച്ചു. പിന്നെ ഞാനൊരു 4 ദിവസത്തെ കാഷ്വൽ ലീവും ഒരു 3 കാഷ്വൽ ലീവും ഒരു BH കൂടെ അപേക്ഷ വെച്ചു. അതും തന്നില്ല. എന്നിട്ട് ഒരു ശനിയാഴ്ച രാത്രി 8 മണിയായപ്പോൾ റൈറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ലീവുണ്ട്, 1 ദിവസത്തെ ലീവ്, പിറ്റേ ദിവസം 1 ദിവസത്തെ ലീവ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ ട്രെയിൻ കയറി ഇവിടെ എത്തുന്നു, തിരിച്ചടുത്ത ട്രെയിനിൽ കയറി അങ്ങോട്ട് പോകാനുള്ള സമയമുള്ളൂ. അതിനടുത്ത് തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെല്ലാതെ ആബ്സെൻ്റ് എഴുതാനുള്ള പരിപാടിയാണ്. ഞാനിവിടെ വന്നു,
ഈ പറഞ്ഞ അവിടുന്ന് കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്ത് അന്ന് അവിടെ ഹോസ്പിറ്റലായിരുന്നു. ഈ വരുന്നതിന്റെ തലേ ദിവസം രാത്രി സുഖമില്ലാണ്ട് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഏത് സ്ഥലത്തായിരുന്നു അപ്പൊ ഡ്യൂട്ടി? ആറന്മുള പോലീസ് സ്റ്റേഷൻ. അപ്പോൾ തിരിച്ചിവിടെ വന്നപ്പോൾ തിരുവയ്യ ഞാൻ സിക്ക് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രോപ്പർ ചാനലിൽ നമ്മൾ ലീവ് റിപ്പോർട്ട് ചെയ്ത് സിക്ക് ചെയ്ത് സ്റ്റേഷനിൽ അറിയിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അപ്പോൾ സ്റ്റേഷനിൽ അറിയിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ GD ചാർജ് ബിയാൻസ എന്നാണ് അവരുടെ പേര്, ഇപ്പോൾ SI. അവർ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞിട്ടുണ്ട് ഈ വിളിച്ച് പറഞ്ഞ കാര്യം GD എൻട്രി ഇടണ്ട, സാറിന് ലീവ് കൊടുക്കണ്ട, ആബ്സെൻ്റ് എഴുതാനുള്ള ആ രീതിയിൽ അവർ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളീ പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ GD എൻട്രി ഇടണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. മാത്രമല്ല ഈ നടക്കാവ് സ്റ്റേഷനിൽ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മെയിൽ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു SP ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാൻ ആബ്സെൻ്റ് ആണെന്നായിരിക്കും. അങ്ങനെ 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അനക്സർ തരും നമ്മൾ കാണാതായാൽ. അതായത് ഇപ്പോൾ നമ്മളൊരാൾ പോലീസുകാരനെ കാണാതായാൽ അയാളെ ഹാജരാകാൻ വേണ്ടി ഉടനെ കൊടുക്കേണ്ട സാധനം 2 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ അനക്സർ അയച്ചു തന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മറുപടി കൊടുത്തു. പിന്നീട് ഞാൻ വൈഫിൻ്റെ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊച്ചിന് വേണ്ടി നോക്കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ജോയിൻ ചെയ്യിച്ചില്ല, SP കാണാൻ പറഞ്ഞു. നമ്മൾ SP കണ്ടു, ജോയിൻ ചെയ്തു. SP നമ്മളെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചിരുത്തി, സംസാരിച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ച് സെക്ഷൻ ക്ലർക്കിനെ ഏൽപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 2 ആഴ്ച കൊണ്ട് മാക്സിമം 2 ആഴ്ച കൊണ്ട് നമ്മുടെ ലീവ് സെറ്റിൽ ചെയ്തിട്ട് ഓർഡർ ഇറങ്ങേണ്ടതാണ്. അതിറങ്ങിയില്ല. 30 ദിവസം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ശമ്പളവും വന്നില്ല. അപ്പോൾ നമ്മൾ ക്ലർക്കിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ക്ലർക്ക് പറഞ്ഞു അത് പെൻഡിങ് ഒക്കെയാണ് SP പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ 4-5 ദിവസം കൂടുമ്പോൾ വിളിച്ച് നോക്കും. അങ്ങനെ 48ാമത്തെ ദിവസം വരെ ഞാൻ വിളിച്ച് പിന്നെ നിർത്തി. അപ്പോഴും ഈ SP പറഞ്ഞു, കാരണം ഒരു ക്ലർക്കാരെ അങ്ങനെ പെൻഡിങ് വെക്കാൻ പറ്റില്ല. അപ്പോൾ SP അത്രയും ധൈര്യം കൊടുത്തുകൊണ്ടാണ് അത് പെൻഡിങ് വെച്ചത്. അപ്പോൾ ഈ സത്യത്തിൽ ഈ 2 മാസം ഡിലേ ആക്കുന്നത് എൻ്റെ 5 മാസത്തെ ശമ്പളം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 7 മാസത്തെ ശമ്പളമാണ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ സംഭവം നമ്മുടെ EMI ഉണ്ടാവും, എല്ലാ അടവുകളും ഉണ്ടാവും, നമ്മുടെ മൊത്തത്തിൽ നമ്മൾ തകർന്നു പോകാണല്ലോ. ഇപ്പോൾ EMI തെറ്റുന്നതോടുകൂടി നമ്മുടെ ക്രെഡിറ്റ് സ്കോർ പോകും. അപ്പോൾ നമുക്ക് പിന്നീട് ലോൺ കിട്ടാത്ത അവസ്ഥ വരും. പിന്നെ നമ്മുടെ നിത്യ ചെലവുകൾക്ക് ഉള്ള കാര്യം, പിന്നെ ഇത് വാടകയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത്, റെൻറ്റ് കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പൊട്ടും. അപ്പോൾ പക്ഷെ നമുക്ക് ഈ സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ടും കടം ചോദിക്കാൻ നടക്കടില്ലാത്തത് കൊണ്ടും അത് തരാൻ നമ്മൾ അടുപ്പുള്ളവരോട് ചോദിക്കുന്നതുകൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോയി. ആ അവസ്ഥയിൽ നിന്ന് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും പ്രിവിലേജോ ഇത്രയും കൂട്ടുകാരോ ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 6 മാസം മതി, അയാൾ എന്തായാലും തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ സംഭവം. ഇപ്പൊ എന്തുകൊണ്ടാണ് SP ഇങ്ങനെ ഇതൊക്കെ തടഞ്ഞു വെക്കുക? ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലല്ലോ. അത് പേഴ്സണൽ റിവഞ്ച് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്റ്റേഷനിൽ പുള്ളിക്കൊരു പിടിക്കായ ഉള്ളതുകൊണ്ടാണോ? എന്തായിരിക്കും അതിന്റെ റീസൺ? ഈ പ്രതികരിക്കണോണ്ട് തന്നെ ആയിരിക്കണം. അല്ലാണ്ട് SP ഞാൻ വ്യക്തിപരമായിട്ട് യാതൊരു പരിചയവുമില്ല. പക്ഷേ ഞാനൊരു മുമ്പൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റല്ല, ഞാൻ മെമ്മോയ്ക്ക് മറുപടി കൊടുത്തതാണ്. അതായത് ഞാൻ ഗ്രോവാസുവിന്റെ ചിത്രം പോസ്റ്റ് ചെയ്തു. ഗ്രോവാസുവിനെ കോടതി വെറുതെ വിട്ടപ്പോൾ ആ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെനിക്കൊരു മെമ്മോ തന്നു. താങ്കൾ ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് പോലീസിന്, സേനയ്ക്ക് അന്തസ്സിനും സൽപ്പേരിനും കളങ്കമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ കോടതി നിരപരാധി എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോ ഇടുന്നതിൽ ഒരു അപമാനവും വരാനില്ല എന്നും, എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ, സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഓഫീസർമാർ മദ്യപിച്ച് റോട്ടിൽ കിടക്കുന്നതും അവരുടെ ഉടവസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആണ് പോലീസിന് നാണക്കേട്, മണ്ണ് മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുത്തു. പക്ഷെ കൃത്യമായിട്ട് ഈ ഓഫീസറായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും പറയുന്നു അയാളുടെയാണ് ഈ ഇതൊക്കെയാണ്. ആ ഓഫീസർ അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പുള്ളിനെ പേഴ്സണലി പറഞ്ഞ പോലെ പുള്ളിക്ക് ഫീൽ ചെയ്തു. വാസ്തവമാണ്, കാരണം പുള്ളി ചെയ്ത കാര്യങ്ങളാണ് അത് മുഴുവൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും SP മീഡിയ ചോദിച്ചപ്പോൾ SP പറഞ്ഞു ഉമേഷ് പള്ളിക്കുന്നിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാന്നുള്ളത് ഒരു SP വിചാരിച്ച വളരെ സിമ്പിളായിട്ട് ഒരു ഒപ്പും ഒരു ഓർഡർ റെഡിയാക്കാൻ പറയുന്നു, റെഡിയാക്കി വരുന്നു, ഒരു ഒപ്പിട്ടുന്നു, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതേസമയം താങ്കൾക്ക് ഈ ജില്ലയിലെ മണ്ണ് മണൽ മാഫിയ ബന്ധങ്ങളോ ഈ പോലീസ് സ്റ്റേഷനും മാഫിയകളുമായിട്ടുള്ള അവിഹിത ബന്ധം നിർത്താനോ ഒന്നും സാധിക്കില്ലല്ലോ. അതൊക്കെ പോട്ടെ, പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് കൊടുക്കാൻ പറ്റുമോ? രണ്ടാഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാൻ പറ്റുമോ? ഇതൊന്നും പറ്റില്ലല്ലോ. അങ്ങേക്ക് പറ്റുന്നത് ഇതാണ്, ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ കലിപ്പുണ്ടാവും. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത്. ശമ്പളം തടഞ്ഞു വെക്കുക, ലീവ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിപ്പം ഉമേഷ് എന്ന് പറയുന്ന ഒരു പ്രതികരിക്കുന്ന പോലീസുകാരോട് മാത്രമാണോ, അല്ലെങ്കിൽ പേഴ്സണലി റിവെഞ്ച് വരുന്നവരോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പിടിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ മേലുദ്യോഗസ്ഥർ കാണിക്കാറുണ്ടോ ഈ സേനയിൽ? തീർച്ചയായിട്ടും. കാരണം ഞാനായതുകൊണ്ട് ഒരു മയം ഉണ്ടാവും, കാരണം ഒരു പേടി അവർക്ക് ഉണ്ട്. കാരണം ഇത് പറയും ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതൊക്കെ. പക്ഷേ സത്യത്തിൽ ശബ്ദിക്കാൻ ധൈര്യമില്ലാത്ത പോലീസുകാരെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആലപ്പുഴയിലെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. ആ പോലീസുകാരൻ റൈഡറായി എയർ ക്യാമ്പിൽ ജോലിയുള്ളപ്പോൾ ഈ SP ഓഫീസിൽ നിന്ന് റൈഡറായിട്ട് പോകും, നമ്മുടെ തപാലുകളും ഒക്കെ ഓരോ സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി.
അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ എന്തോ രേഖകൾ കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് എസ് പിയുടെ ഓഫീസിൽ നിന്ന് വിളി വരുന്നത്, പെട്ടെന്ന് സ്നാക്സ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു ഞാനിത് വാങ്ങിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നുമല്ല, നീ സ്നാക്സ് വാങ്ങിച്ച് പെട്ടെന്ന് വന്ന് ഞെട്ടിച്ചപ്പോൾ പറഞ്ഞു അത് സാറേ CFൻ്റെ പണിയല്ലേ, എൻ്റെ പണിയല്ലല്ലോ, ഞാൻ ചെയ്യേണ്ട പണിയല്ലോ, പോലീസുകാർ ചെയ്യേണ്ടത്. അപ്പോൾ ശരി നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇയാളുടെ AC വിളിച്ചിട്ട് കൂട്ടിയിട്ട് ചെല്ലാൻ പറയുന്നു. ഈ ഷിബുവിനെ കൂട്ടിയിട്ട് അവർ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ചോദിക്കുന്നു എന്താ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ. സ്നാക്സ് വാങ്ങുന്നതാണോ ജോലി? അപ്പോൾ തിരിച്ച് ഇതേപോലെ സാറേ ഇതാണോ ജോലി എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളോട് ഒന്നും പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, ചീത്തയൊന്നും പറഞ്ഞില്ല, വിട്ടു. പിന്നെ സംഭവിക്കുന്നത് അയാളുടെ സീനിയർ ആയിട്ടുള്ള പോലീസുകാരാണ് ആദ്യം ലോക്കലിലേക്ക് പോവുക ക്യാമ്പിൽ നിന്ന്. പക്ഷേ അതിനൊക്കെ മറികടന്ന് ഇദ്ദേഹത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയുടെ അങ്ങേയറ്റത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇയാളെ പോസ്റ്റ് ചെയ്യുന്നു. ഇയാളാണെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പം ചെറിയ കുട്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഇയാൾ എല്ലാ ദിവസവും ആലപ്പുഴ ജില്ലയുടെ ഈ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തേക്ക് പോകണം. അങ്ങനെ ഒരാൾ വളരെ നിസ്സാരമായിട്ട് ഇവർക്ക് തിലാക്കാൻ പറ്റും. ഇവർക്കൊരു വാക്ക് മതി. കാരണം ഒരു SP പറഞ്ഞാൽ പിന്നെ ആ സിസ്റ്റം മൊത്തം അതിനൊപ്പം നിൽക്കുകയാണല്ലോ. ഒരാളെ മാനസികമായിട്ട് തകർക്കുക, അല്ലെ എന്താ പറയാ, മടുത്തിട്ടിട്ട് പോട്ടെ, ആ ഒരു രീതിക്കാണോ ഇവർ ഈ പെരുമാറുന്നത് ഇങ്ങനെ? അതെ, മാനസികമായിട്ട് തകർത്തിട്ട് സറണ്ടർ ആവുമല്ലോ. കാരണം ആർക്കും ഇത് ഇട്ടേച്ച് പോകാൻ പറ്റൂല. കാരണം കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാണ്, ജീവിതമാണ്, കുടുംബമുണ്ട്. കാരണം ഇത് കഴിഞ്ഞ് ഇനി തിരിച്ചു ചെല്ലുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ആർക്കും ഇട്ടേച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വിനീത വിദ്യയെ അടിമയായി ജീവിക്കുക അല്ലാതെ വേറെ വഴിയില്ല. അപ്പം ആഭ്യന്തര വകുപ്പ് ശരിക്കും പറഞ്ഞാൽ കൈകാര്യം ചെയ്ത നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണല്ലോ. ഇപ്പോൾ ഈ പോലീസ് സേനയിലെ ഷോർട്ടേജ് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, പല കാര്യങ്ങളും പോലീസിന് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതി, അല്ലെങ്കിൽ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. കേരളത്തിൽ അവിടെ ഇവിടെയായിട്ട് അക്രമങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സേനയുടെ അകത്തുള്ളവരുടെ കുഴപ്പമാണോ, അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആളുടെ കുഴപ്പമാണോ, എന്താ തോന്നിയിട്ടുള്ളത്? സേന എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, നീതി എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംവിധാനമാണ് പോലീസ്. അങ്ങനെ അത് ഓടുന്നുള്ളൂ ഇപ്പോൾ, എന്തായാലും എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ അതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ, ഹോം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും പോലീസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റണം. പോലീസിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഹോം മിനിസ്റ്റർ അറിയണം. നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് ഹോം മിനിസ്റ്റർ ചാർജ് വഹിക്കുന്നത്, അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ പോലീസിനകത്ത് തന്നെ പരസ്യമായിട്ട് തന്നെ ആൾക്കാർ പറയുന്ന കാര്യം, അതായത് അതിപ്പോൾ ഇടത് വലത് ഭേദമില്ലാതെ പോലീസുകാർ പറയുന്നൊരു കാര്യം, അവർക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നെങ്കിലും ഒക്കെ പോലീസിനൊരു മന്ത്രി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പോലീസിൻ്റെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുമായിരുന്നു. പലപ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോൾ പോലീസിന് ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ പോലീസുകാരുടെ ഈ ജീവിത പ്രശ്നങ്ങളോ ശമ്പളത്തിലോ എന്ത് കാര്യത്തിലും ആളുണ്ടായിരുന്നു. പക്ഷെ അതില്ല എന്നുള്ളത് എല്ലാവരും പൊതുവെ പറയുന്നൊരു അഭിപ്രായമാണ്.